ഹായ് ഫ്രണ്ട്സ്, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വെജ് കുറുമയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വെജിറ്റബിൾ കുറുമ തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ്: ഒരു 1/4 കപ്പ് ബീൻസ് ചെറുതായി അരിഞ്ഞത്, 1/4 കപ്പ് ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത്, 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, 1/4 കപ്പ് ഗ്രീൻ പീസ്, പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവില്ലാത്തതായതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മസാല എന്ന് പറയുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നമുക്കിതിലേക്ക് അരച്ച് ചേർക്കേണ്ടത് തേങ്ങ ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, കൂടെ ഒരു 5-6 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ഒന്ന് കുതിർത്താണ് എടുത്തിട്ടുള്ളത്. കശകശ എന്ന് പറയില്ലേ, അതാണ്. പോപ്പി സീഡ്സ് എന്ന് പറയും, അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പെരുംജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തേങ്ങയുടെ കൂടെ അരച്ചെടുക്കേണ്ടതാണ്. പിന്നെ നമുക്കിതിൽ എണ്ണയിൽ വറുത്തെടുക്കേണ്ടത് ബേ ലീഫ്, ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം സ്റ്റാർ അനീസ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയും വേണം. ഇത് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി തുടങ്ങുന്നത് നോക്കാം. ആദ്യം നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. 1/4 കപ്പ് ഉരുളക്കിഴങ്ങ്, 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് ബീൻസ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം തന്നെ വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് ഒരു 8 മണിക്കൂറോടെങ്കിലും ഒന്ന് കുതിർത്തെടുത്താലേ നമുക്ക് അങ്ങനത്തെ ഗ്രീൻ പീസ് ഇതിൻ്റെ കൂടെ ഇട്ട് വേഗത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഫ്രോസൺ ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുകയാണ്. 1/4 കപ്പ് ഗ്രീൻ പീസ്. പിന്നെ ഇത് വേകാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം, ഒരു വലിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സി ഒന്ന് ഇത് നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി പ്രാവശ്യം കേൾക്കേണ്ട, 1 വിസിൽ മതിയാവും. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഞാനിതൊന്ന് അടുപ്പിലേക്ക് വെക്കുകയാണ്. പച്ചക്കറി വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കശകശ ചേർത്ത് കൊടുക്കാം. അത് 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ 5-6 അണ്ടിപ്പരിപ്പ് ഞാനൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ ഇവിടെ നല്ല മഷി പോലെ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കറിക്ക് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് സ്വാദ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് എടുത്തു വച്ചിരുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ആ എണ്ണയിൽ അതിൻ്റെ ഒരു മണം കിട്ടുന്നവരെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ 1 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരുവിധം വലിപ്പമുള്ള 1 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒത്തിരി അങ്ങ് ചുവക്ക വഴറ്റണ്ട. 75% വഴന്നു കിട്ടിയാൽ മതിയാവും. ഉള്ളി ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ നമുക്ക് ചുവക്കയൊന്നും വഴറ്റണ്ട, ഈ ഒരു പരുവത്തിന് മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്.
പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് ചേർത്താലും മതിയാവും. പിന്നെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമണം മാറി കഴിഞ്ഞ ശേഷം നമുക്ക് സവാളയും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് ചേർക്കുന്നത്. ഒത്തിരി എരിവില്ലാത്തതുകൊണ്ടാണ്. എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കൂട്ടത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, ഒരല്പം ടൊമാറ്റോ കൂടെ ചേർക്കുന്നുണ്ട്. ഒരല്പം പുളിപ്പിൻ്റെ ആ രുചി ഒന്ന് കിട്ടാനായിട്ടേ ഇതിനൊരു പകുതി ടൊമാറ്റോ, ചെറിയ ഒരു ടൊമാറ്റോയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. അത് ടൊമാറ്റോ നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടട്ടെ. ഒരു 1-2 മിനിറ്റ് ഞാനൊന്ന് വഴറ്റിയിട്ടുണ്ട്. അങ്ങ് വെന്തുടയണ്ട, ഒന്ന് വെന്താൽ മാത്രം മതിയാവും. അല്പവിലേ ചേർത്തിട്ടുള്ളൂ. ഇത് വേണമെന്നുള്ളവർ മാത്രം ചേർത്താൽ മതിയാവും. ഇഷ്ടമില്ല എന്നുള്ളവർക്കത് മാറ്റാവുന്നതാണ്. ടൊമാറ്റോ ചേർക്കാതെ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ടൊമാറ്റോയുടെ ഒരു ചെറിയ പുളിപ്പും കൂടെ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനാണ് അങ്ങനെ ചേർത്തത്. ഇനി നമുക്ക് ആ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടിവകളൊക്കെ ചേർത്ത് കൊടുക്കാം. മസാല ഞാൻ പറഞ്ഞല്ലോ, ഒരു 1/2 ടീസ്പൂൺ ചില്ലിപ്പൊടിയെ ചേർക്കുന്നുള്ളൂ. അതും കാശ്മീരി മുളകാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയുമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. നമുക്കിതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. തീ കുറച്ച് വെച്ചോളൂ, കരിഞ്ഞു പോകണ്ട. പച്ചമണം എല്ലാം നല്ലവണ്ണം മാറിയിട്ടുണ്ട്. ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം മിക്സിയിൽ ഒഴിച്ച് ഞാൻ അതുകൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. തേങ്ങ അരച്ചത് ചേർത്ത് ഒരു 1-2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെജിറ്റബിൾസ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് വേവിച്ചതിൻ്റെ അതേ വെള്ളത്തോട് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഈ കറി നമ്മൾ തയ്യാറാക്കി വാങ്ങി വെച്ചതിന് ശേഷം ഇരുന്നും കുറുകും. അതുകൊണ്ട് അത് കണക്കാക്കി ഒരല്പം വെള്ളം കൂടി നിൽക്കുന്ന രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനത് എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞില്ല. ഒറ്റ വിസിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി ഉപ്പ് നോക്കാം. നേരത്തെ ഞാൻ വെജിറ്റബിൾസിൽ ഉപ്പിട്ടതേ ഉള്ളൂ. ഉപ്പ് നോക്കി പോരാന്നുണ്ടെങ്കിൽ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊരു 6-7 മിനിറ്റോളം ഒന്ന് വേവിക്കണം. ഉപ്പ് നോക്കട്ടെ. ഞാനിതൊന്ന് മൂടി വെച്ച് ഒരു 7-8 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് അടച്ചു വെച്ച് വേവിച്ചാലും ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം പാകത്തിന് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും ഇത് മതിയാവും. നമ്മൾ വാങ്ങി വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകും ഇത്. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിന് തന്നെ ഇത് വാങ്ങുകയാണ്. അവസാനമായിട്ട് ഞാനിതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ്. എനിക്ക് മല്ലിയിലേക്കാളും കറിവേപ്പില ചേർക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫാക്കി വേറൊരു ഡിഷിലേക്ക് മാറ്റാം. കുറുമ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെജ് കുറുമയാണിത്. വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ്, ഏറ്റവും കൂടുതൽ ഒരു 10 മിനിറ്റ് അതിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്കിത് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കറിയാണിത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഇറച്ചിക്കറിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടുന്നുണ്ട്. നമ്മൾ കറി മസാലയെല്ലാം ചേർത്ത് തയ്യാറാക്കുന്നതല്ലേ, ആ ഒരു രുചിയും ഇതിന് കിട്ടും. ഈ വെജിറ്റബിൾ കുറുമ നമുക്ക് അപ്പം, ഇടിയപ്പം, ദോശ, ചപ്പാത്തി, പൊറോട്ട ഏതിനൊപ്പം കഴിക്കാനും വളരെ നല്ലതാണിത്. ഞാനിന്നിതിലൂടെ അപ്പത്തിനൊപ്പമാണ് എടുത്തിട്ടുള്ളത്.
വളരെ ടേസ്റ്റിയായ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ വെജ് കുറുമ നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.